ആ ഇൻസ്പെക്ടർ സാബു ഇല്ലേ, അയാൾ ഇന്നലെ രാത്രി ആരോ മാരകമായിട്ട് ആക്രമിച്ചിട്ടുണ്ടോ? ആരോന്ന് വെച്ചാ? അത് ചെയ്തത് വിക്രമാണെന്നാ നാട്ടുകാർ പറയുന്നത്. നീ എന്താ പറയുന്നത് വിശു? പോലീസും രാഷ്ട്രീയക്കാരും തലങ്കം വിലങ്ങും അന്വേഷിച്ചിട്ട് അവൻ എവിടെയാണെന്ന് കണ്ടുപിടിക്കാനായിട്ടില്ല. മാത്രമല്ല പുറത്ത് അവന്റെ തലകണ്ട അറസ്റ്റ് ഉറപ്പാ. ആ സമയത്ത് അവൻ രാത്രി ഒരാളെ ആക്രമിക്കാൻ വരികയോ, അതും ഒരു പോലീസ് ഓഫീസർ. അതെ, അയാളുടെ സ്വഭാവം അനുസരിച്ച് അയാൾക്ക് ഒരുപാട് ശത്രുക്കൾ കാണും. ആ കൂട്ടത്തിൽ ആരെങ്കിലും ഇരട്ടടി കൊടുത്തതായിരിക്കും. അതും ഇപ്പൊ വിക്രമിന്റെ തലയിലായോ? ഇത് വിക്രത്തിനെതിരെ മനഃപൂർവ്വം എല്ലാരും കൂടി ചേർന്നുണ്ടാക്കുന്ന ഒരു കഥയാവാനേ തരുള്ളൂ. എന്നോട് പറഞ്ഞവരോട് ഞാനും അങ്ങനെ തന്നെയാ പറഞ്ഞത്. പക്ഷേ ആളുകൾ ഉറപ്പായും വിക്രമിന്റെ പേരെ പറയുന്നത്. ആളുകൾക്ക് എന്താ പറഞ്ഞുകൂടാത്തത്? ഇപ്പോഴത്തെ അവസ്ഥയിൽ ലോകത്ത് എന്ത് നടന്നാലും അവന്റെ തലയിൽ കെട്ടിവെക്കാനല്ലേ ശ്രമിക്കും. സാബു ആകെ പേടിച്ച് പറച്ചിരിക്കുകയാണെന്നാ പറഞ്ഞത്. അറിയില്ല, ആളെ കണ്ടില്ല എന്നല്ലാതെ സാബു അക്ഷരം പോലും പറയുന്നില്ല. അതുകൊണ്ടാ വിക്രം തന്നെയാണെന്നൊരു സംശയം എനിക്കും തോന്നിയത്. അതെന്താടാ, എന്റെ മോൻ അത്രയ്ക്ക് ഭീകരവാദിയാണോ? ഇതിനു മുമ്പ് പല കേസുകളിലും ആ ഇൻസ്പെക്ടർ അവനെ പെടുത്തിയിട്ടുള്ളതല്ലേ? അന്നൊന്നും തോന്നാത്ത പേടി ഇപ്പോഴത്തെ തോന്നാൻ? ഇതാ ഇൻസ്പെക്ടറും കൂട്ടരും കൂടി അറിഞ്ഞിട്ടുള്ള കളിയാ, എനിക്ക് ഉറപ്പാ. എന്നെ നിങ്ങളെ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ച കാര്യം അവൻ അറിഞ്ഞിരിക്കാൻ സാധ്യതയുണ്ടോ? അതിപ്പോ ആരവനെ അറിയിക്കല. ഞാൻ വേദയോട് പറഞ്ഞായിരുന്നു. വേറെ ഒന്നുമല്ല, ഇനി ഇങ്ങനൊന്നും സംഭവിക്കാതിരിക്കാൻ അവളുടെ അച്ഛനോടൊന്ന് ഇടപെടാൻ പറയാൻ വിളിച്ചതാ. അതിന് വിക്രം എവിടെയാണെന്ന് വേദയ്ക്ക് അറിയില്ലല്ലോ, പിന്നെ ഇങ്ങനെ ആ വഴിക്കറിയാം. അങ്ങനെ ഒരു സാധ്യത ഉണ്ടാവോ വെച്ചാ അറിയില്ല. ഇനി അഥവാ അങ്ങനെയാണ് സംഭവിക്കുന്നെങ്കിൽ തിരിച്ചു കയറാൻ ശ്രമിക്കുന്ന ചളിക്കുണ്ടിലേക്ക് അവൻ വീണ്ടും ചെന്ന് വീഴുന്നത് പോലെ ആവും. ഇല്ല മാഷെ, അങ്ങനെയൊന്നും ആയിരിക്കില്ല. ഇത്രയും ആളുകളുടെ കണ്ണുവെട്ടിച്ച് അവനത് ചെയ്യാൻ പറ്റില്ല. ഇത് അവന്റെ മേൽ വീണ്ടും വീണ്ടും കുറ്റം ആരോപിക്കാനുള്ള തന്ത്രം. ആ SI ആരോ തല്ലി അത് അവന്റെ തലയിൽ കെട്ടിവെക്കുന്നു. അങ്ങനെ അവനെ തരുള്ളൂ. അതെ കമല, അത് അങ്ങനെ തന്നെയാവും. എല്ലാവരുടെയും മൂക്കിന് താഴെ ഈ പരിസരത്ത് തന്നെ അങ്ങനെ മറഞ്ഞിരിക്കാനുള്ള മന്ത്രസിദ്ധി അവനുണ്ടെങ്കിൽ അവൻ നമ്മളെ ഒന്ന് കാണുമായിരുന്നു. ഉറപ്പാ അത് അവനായിരിക്കില്ല. ഹലോ, അതെ, ശ്രീനിവാസനാണ്. എന്താ കാര്യം? ഓ അതെയോ, മനസ്സിലായില്ല. ആക്സിഡന്റ് അല്ലേ? ഡോക്ടേഴ്സ് എന്ന് പറഞ്ഞു. അതെയോ, ശരി, ഓക്കെ, ഞാൻ വിളിക്കാം. ഇന്നലെ ഇൻസ്പെക്ടർ സാബുവിനെ നാട്ടുകാർ ചേർന്ന് ആശുപത്രിയിൽ എത്തിച്ചിരുന്നു. ആക്സിഡന്റ് എന്നാണ് അയാൾ ആദ്യം പറഞ്ഞത്. പക്ഷേ നോക്കിയ ഡോക്ടർ പറഞ്ഞത് ആരോ മനഃപൂർവ്വം തല്ലിയതാണെന്ന്. ഇനി എഴുന്നേറ്റ് നിന്ന് ജോലി എടുക്കാൻ പറ്റാത്ത ഭാഗത്തിലാക്കേണ്ടത്രേ. ആരാ അത് ചെയ്തത്? ആരാണെന്ന് അറിയില്ല. പക്ഷെ കേട്ടപ്പോ അതിന് പിന്നിൽ നമ്മളെ വിക്രമാണെന്നൊരു തോന്നൽ. അച്ഛനെ സ്റ്റേഷനിൽ കെട്ടിയതിനും ചേട്ടന്മാരെ തല്ലിച്ചതച്ചതിനും അവനൊരു മറുപടി കൊടുത്തായിക്കൂടെ എന്ന് സംശയം. അത് ഉറപ്പിച്ച് പറയാൻ പറ്റോ? അവൻ നമ്മളെ കാണാമാറി തന്നെ ഉണ്ട് സുധേ. ഏത് നിമിഷവും പ്രത്യക്ഷപ്പെടാൻ പാകത്തിൽ അവൻ എവിടെ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. കുടിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? വെറുതെ കൊണ്ട് കഴിച്ച പ്രാക്ടീസ് ഇല്ലല്ലോ, ആ ഒരു ബുദ്ധിമുട്ട്. ഞാൻ കോരി തരണം. വേണ്ട വേണ്ട, ഇത് ഒരു പ്രാക്ടീസ് ആവണമല്ലോ. ആരെങ്കിലും വലത് കൈ തല്ലി പിടിച്ച ഒരു പ്രാക്ടീസ് ആവണമല്ലോ അല്ലെ? നോക്കണ്ട, അതിനുള്ളൊരു സാധ്യതയുണ്ടെന്ന് പറഞ്ഞതാ. ഇത്രയും കാലമായിട്ട് നടന്നില്ലല്ലോ, ഇനി നടക്കാതെ ഞാൻ നോക്കിക്കോളാം. ഓ, കോൺഫിഡൻസ് അറ്റ് പീക്ക് ലെവൽ. അതെ, അക്കാര്യത്തില് കോൺഫിഡൻസ് തന്നെയാ. പിന്നെ നിന്റെ ചേട്ടനെ പോലുള്ള നാറികള് ഉറങ്ങിക്കിടക്കുമ്പോ വെട്ടി മാറ്റിയ രക്ഷയില്ല. ആരെങ്കിലും അടുത്ത് വരുമ്പോഴേക്കേ ബസ്സറടിക്കുന്ന ഒരു സെൻസർ അങ്ങ് ഫിറ്റ് ചെയ്താൽ മതി. എന്നെ ഉപദേശിക്കുന്ന ആളാ ചെളി അടിക്കാൻ തുടങ്ങിയ ഇമാതിരി നാറ്റ ചെളിയായിരിക്കും അടിച്ചു വിടുന്നത്. ഈ കഞ്ഞിയൊക്കെ എങ്ങനെ എടുത്തോണ്ട് വരുന്നു? അവിടെ ആരും കാണുന്നില്ലേ? ഇവിടെ വെച്ചുണ്ടാക്കാവുന്നതാണ് ആദ്യം കരുതിയത്. പക്ഷെ അമ്മ താഴെ ഉണ്ടായിരുന്നില്ല. അമ്പലത്തിൽ പോയി തക്ക നോക്കി ഇങ്ങോട്ടെടുത്തു. റിസ്ക് ആണെങ്കിലും ഒരു രസമൊക്കെ ഉണ്ടല്ലേ? നിനക്ക് രസം ഉണ്ടായിരിക്കും. ഇത്രയും വലിയ തടവ് ശിക്ഷ ആയിരിക്കും എനിക്കിപ്പോഴാ മനസ്സിലായത്. ചില തടവ് ജീവിതകാലം മുഴുവനും ഓർക്കാനുള്ളതാണെങ്കിലും നല്ലതല്ലേ? ഓർമ്മയുണ്ടോ വിക്രത്തിന്റെ അച്ഛൻ നമ്മളെ വീട്ടിൽ അറിയാതെ പൂട്ടിയിട്ട് പോയ ദിവസം? വിക്രം ഇപ്പൊ ആ ദിവസത്തെ കുറിച്ചല്ലേ ആലോചിച്ചത്? ഞാനും ആ ദിവസത്തെ കുറിച്ചായിരുന്നു ആലോചിച്ചത്. അതുപോലെ കുറച്ചുനാള് കഴിയുമ്പോ ഈ ദിവസങ്ങളെ കുറിച്ചും ഓർക്കാവുന്നേ. സൂക്ഷിച്ച അച്ഛനെന്താ ഇവിടെ? എനിക്കെന്താ ഇങ്ങോട്ട് വരാൻ പാടില്ലേ? അതല്ല, സാധാരണ പതിവില്ലല്ലോ. സാധാരണ സംഭവിക്കാത്തതല്ലേ ഇവിടെ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ത്? നീ അവന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്നു പറയുന്നത് അസാധാരണമല്ലേ? ഓ, അതായിരുന്നു. അങ്ങനെ അസാധാരണമായൊരു തീരുമാനം എടുക്കാൻ നിന്നെ പ്രേരിപ്പിച്ച എന്താണെന്ന് ഞാൻ ചോദിച്ചിട്ടുമില്ല, നീ പറഞ്ഞിട്ടുമില്ല. പക്ഷെ ഇവിടെ വന്നതിന് ശേഷം നീ ശ്രീകാര്യ ശ്രീനിവാസന്റെ കേസുമായി കോടതി പോയപ്പോഴൊക്കെ ഞാൻ സന്തോഷിച്ചു. നീ പ്രൊഫഷൻ ഉപേക്ഷിച്ചില്ലല്ലോ എന്ന്. പക്ഷെ ഈയിടെയായി നീ എപ്പോഴും മുറിയടച്ചിരിപ്പാണെന്ന് അമ്മ പറയുന്നു. എന്തു പറ്റി നിനക്ക്? ഒന്നുമില്ല അച്ഛാ. എന്തുകൊണ്ട്? അല്ലെങ്കിലും നിന്റെ കാര്യങ്ങളൊന്നും നീ ഞങ്ങളുമായി ഷെയർ ചെയ്യാറില്ലല്ലോ. ഞാനിപ്പോ വന്നത് നിന്നെ ഒരു കാര്യം ഓർമ്മിപ്പിക്കാനാ. നീ ജോലിക്ക് പോകണം, പ്രൊഫഷണൽ കോൺസെൻട്രേറ്റ് ചെയ്യണം. നീ പൊയ്ക്കോളാം അച്ഛാ. വരുണിന്റെ കൊലപാതകവും അതില് വിക്രമിനുള്ള ഇൻവോൾവ്മെന്റിനെ പറ്റിയൊക്കെ കേട്ട് ഞാനാകെ വല്ലാതായി പോയി. അത് വിക്രം ചെയ്യില്ലെന്ന് നീ വാദിക്കുന്നുണ്ടെന്ന് അമ്മ പറഞ്ഞറിഞ്ഞു. എന്റെ മനസ്സ് പറയുന്നത് അങ്ങനെയാണ്. നിന്റെ മനസ്സ് പറയുന്ന പോലെ അവൻ പ്രവർത്തിക്കാത്തതുകൊണ്ടായിരിക്കുമല്ലോ നീ ഒരു വർഷം കഴിഞ്ഞപ്പോ അവിടെ വിട്ട് ഇറങ്ങിയത്. ഒരു കാര്യം ഉറപ്പാണ്, ഒരു പൊട്ടൻഷ്യൽ ക്രിമിനൽ ആണവൻ. എന്തും ചെയ്യാനുള്ള സാധ്യതയുണ്ട്, തള്ളിക്കളയാനാവില്ല. എത്രയും വേഗം ഓഫീസിൽ പോയി തുടങ്ങാൻ നോക്കാം. ഇതെന്താ ഇതിവിടെ? അത് ഞാൻ കഞ്ഞി കുടിക്കുകയായിരുന്നു. വാതിലിൽ തട്ട് കേട്ടപ്പോ അവിടെ വെച്ചിട്ട് വന്നത്. ഭക്ഷണം പോലും എല്ലാവരുടെയും മുന്നിൽ വെച്ച് കഴിക്കാൻ വയ്യെന്നായോ നിനക്ക്? ശരി. എന്താ? ശ്രീനിവാസൻ സാറുണ്ടോ? ഉണ്ട്. ഒന്ന് വിളിക്കാമോ? ശ്രീനേട്ടാ. എന്താ സി സാറേ, അകത്തേക്ക് വരൂ. എന്താ പതിവില്ലാതെ ഈ വഴിക്ക്? വാറണ്ടാണ്. കോടതി അന്വേഷിക്കാൻ ഉത്തരവിട്ട മാർക്കറ്റിലുള്ള കേസിൽ. അറസ്റ്റോ? അതെ സുധേ, കോടതി വിധി അനുസരിച്ചല്ലേ നടക്കട്ടെ. ഇലക്ഷന് മുമ്പ് തന്നെ ഇത് വേണമെന്ന് സമ്മർദ്ദമായി കാണും അല്ലേ? നടക്കട്ടെ സുധേ, ആ രാമകൃഷ്ണ വക്കീലെ വിളിച്ച് വിവരം പറയും. ഇന്നേരം എന്താ ചെയ്യുന്നത്? ഈ പഴയ റേഡിയോ നന്നാക്കി എടുക്കാൻ നോക്കാണെന്നേ. ഇയാളിപ്പോ മെക്കാനിക്കൽ വിട്ട് ഇലക്ട്രോണിക്സ് ആയോ? രാജേട്ടൻ എന്താ പറ്റാത്തെന്ന് ചോദിക്കി. ആഹാ, അത് ശരി. അപ്പൊ അത് ശരിക്കും ശരിയാക്കിയില്ലേ? അത് ഓഫ് ചെയ്ത് അവിടെ വെച്ചിട്ടേ
നിങ്ങൾ കഴിക്കാൻ വാ, ഞാൻ കുറച്ച് ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ട്. നിന്നെ ആ വാസവന്റെ ആരെങ്കിലും കണ്ടോ? കണ്ടാലെന്താ, എത്ര കാലം അങ്ങനെ പേടിച്ച് ജീവിക്കുക? എനിക്ക് തോന്നുന്നത് നാളെ മുതൽ വർക്ക്ഷോപ്പിൽ പോവാന്ന്. ആ സജീവ് മാത്രമേ അവിടെ ഉള്ളൂ. അവനാണെങ്കിൽ ഏത് സമയത്തും പോണം എന്ന് പറഞ്ഞ് ബഹള. ഇനി ഇലക്ഷൻ ആയതുകൊണ്ട് അത് കഴിയുന്നവരെ ആരും ഒന്നിന് വരാൻ പോകുന്നു തോന്നില്ല. ആര് പറഞ്ഞു? ശ്രീനി സാറിന് അവരെ അവർ അറസ്റ്റ് ചെയ്തു. എപ്പോ? അല്പം മുമ്പ് മാർക്കറ്റ് ലഹളയിൽ എടുത്ത കേസില്ലേ അതില്. കോടതി അന്വേഷിക്കാൻ പറഞ്ഞെങ്കിലും അത് ഇത്ര വേഗം ആവുമെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. ഇലക്ഷൻ കഴിയുന്നത് വരെ ഒന്നും സംഭവിക്കില്ലെന്നാണ് ശ്രീനി സാറും വിചാരിച്ചിരുന്നത്. ഇനി ഇലക്ഷന് ജയിക്കുന്ന കാര്യം കഷ്ടം. ആ ചെറുക്കനെ കൊന്നത് വിക്രമന്റെ തലയിൽ വെച്ച് കെട്ടിയതുകൊണ്ട് പൊതുവെ ഒരു ക്ഷീണം ഉണ്ടായിരുന്നു. ഇതിപ്പോ പൂർത്തിയായി കേട്ടോ. നമുക്ക് ശ്രീനി സാറിന് ചെന്ന് കണ്ടാലോ? ഇതിപ്പോ ആകെ കലാപകലുഷിതമാവും. ശ്രദ്ധിച്ച് കളിച്ചില്ലെങ്കിൽ പ്രശ്നമാവും. ഇപ്പൊ ഗ്രൗണ്ട് അവരുടെ കയ്യിലാ. ഗ്യാലറിയിൽ ഇരിക്കുന്നവരും അവരെ തന്നെ സപ്പോർട്ട് ചെയ്യൂ. ഇലക്ഷൻ ജയിക്കണതും തോൽക്കണതൊക്കെ പോട്ടെ, ഇനി വിക്രമിന്റെ കാര്യത്തിൽ എന്തു ചെയ്യുന്ന എന്റെ പേടി. ഇത്രയും ദിവസം വിക്രത്തെ ബലമായി തടഞ്ഞു വയ്ക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? അങ്ങനെ ആയിരുന്നെങ്കിൽ സാബുവിനെ പഞ്ഞിക്കിടാൻ അവൻ വരുമായിരുന്നു. എനിക്ക് തോന്നുന്നത് അവൻ നമുക്കാർക്കും കാണാൻ പറ്റാതെ നമ്മുടെ ഇടയിൽ തന്നെ ഒളിഞ്ഞിരിപ്പുണ്ടെന്ന്. ഒരു പെർഫെക്റ്റ് സമയം നോക്കി പുറത്തു ചാടാൻ. അല്ലേടാ ജോസഫേ? അതെ അതെ, നിങ്ങൾ കഴിക്കാൻ വാ, കഴിക്കാൻ വാ. അമ്മയ്ക്ക് മനസ്സിലായില്ല അല്ലേ? ഇല്ല, ഞാൻ ഇഷിത. ഓർക്കുന്നുണ്ടോ? വേദയുടെ കൂടെ ഡിഗ്രിക്ക് ഉണ്ടായിരുന്നു. അക്കാലത്ത് ഇവിടെ വന്നിട്ടുണ്ട്. കുറച്ചു ദിവസം താമസിച്ചിട്ടുണ്ട്. ആ ഇപ്പൊ ഓർമ്മ വന്നു. ഇത്തിരി വണ്ണം വെച്ചപ്പോ മുഖം മാറിപ്പോയി. ഡോക്ടറല്ലേ? ആ അതെ, പീഡിയാട്രീഷ്യൻ. വാ, ഒരിക്കലും ഇവിടെ മോൻ പറയുന്നത് കേട്ടു. അവന്റെ പരിചയത്തിലുള്ള ഒരു ബിസിനസ്മാൻ വിവാഹം കഴിച്ചത് വേദയുടെ ഫ്രണ്ടിനെയാണെന്ന്. ആ അതെ, മഹേഷ്. വേദ മുറിയിലല്ലേ? ആ ഉണ്ട്, ഞാൻ വിളിക്കാം. വേണ്ട, ഞാൻ അങ്ങോട്ട് പോയിക്കോളാം. ഒരു സർപ്രൈസ് കൊടുത്തോളാം. അവളൊട്ടും പ്രതീക്ഷിക്കില്ലല്ലോ. ദീപ്തി, ഓർമ്മയുണ്ടോ ദീപ്തി? ഇഷിതേശിയല്ലേ? ആഹാ, അപ്പൊ മറന്നിട്ടില്ലല്ലേ? ദീപ്തി, ഈ കുട്ടി എന്ന വേദയുടെ മുറിയില. ഞാൻ പോയിക്കോളാന്നേ. മുകളിലെ പഴയ മുറി തന്നെയല്ലേ? എന്നാ ചില ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. ശോ, ഇങ്ങനെ ഫോർമൽ ആവാനൊന്നും ഇല്ലമ്മേ. എനിക്കിപ്പോ കുടിക്കാനൊന്നും വേണ്ട. ദീപ്തി, ഈ കുട്ടിയുടെ കല്യാണമല്ലേ ഒരിക്കലും മുടങ്ങിപ്പോയത്? ആ, എനിക്കൊന്നും അറിയില്ല. അതെ, വിവാഹത്തിനന്ന് തല ഇറങ്ങി വീഴായിരുന്നു. ആശുപത്രിയിൽ വെച്ച് ഈ കുട്ടിക്ക് കുട്ടികളുണ്ടാവില്ല എന്ന് ഡോക്ടർ പറഞ്ഞു. അങ്ങനെ ആ കല്യാണം മുടങ്ങി. പിന്നെ ഈ അടുത്ത് നമ്മുടെ ശ്രീകാന്തിന് പരിചയമുള്ള ഒരു ബിസിനസ്മാനെ കല്യാണം കഴിച്ചത്. അയാളുടെ രണ്ടാം വിവാഹം. ആളെ ഓർമ്മയുണ്ടായിരുന്നില്ല, പക്ഷെ സംഭവങ്ങളെല്ലാം നല്ല ഓർമ്മയുണ്ടല്ലേ? അത് പിന്നെ അങ്ങനെയല്ലേ, പണ്ട് എപ്പോഴോ കണ്ടിട്ടുള്ളതല്ലേ. മുഖം ഓർമ്മയെന്ന് പോയെങ്കിലും ആളെ മറക്കണമെന്നില്ലല്ലോ. ഞാൻ ജ്യൂസ് എടുക്കാം, നീ ആ കുട്ടിക്ക് കൊണ്ടുപോയി കൊടുക്ക. എത്തിയോ? ദീപ്തിയെ കൂടെ പറഞ്ഞേക്കാൻ നോക്കിയതാ അമ്മ. ഞാൻ ഒഴിവാക്കി വിട്ടു. ദാ, ഇതിൽ അത്യാവശ്യം മരുന്ന് സാധനങ്ങളുണ്ട്, എടുത്തു വെച്ചു. ഈ വീടിനുള്ളിൽ വിക്രത്തെ ഇങ്ങനെ താമസിപ്പിക്കാനുള്ള നിന്റെ ധൈര്യം സമ്മതിക്കണം. ഇത് ധൈര്യമല്ലേ ഇഷിത? ഒരുതരം പ്രതികാരവും. വിക്രത്തോട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്നതിന് ഞാൻ കാണിക്കുന്ന ഒരു ചെറിയ പ്രതികാരം. ശ്രീയേട്ടന്റെ മൂക്കിന് കീഴെ തന്നെ വിക്രമിനെ ഒളിപ്പിച്ച് താമസിപ്പിക്കൂ എന്നുള്ളൊരു വാശി. പിന്നെ ഇതിലും സുരക്ഷിതമായ മറ്റൊരു സ്ഥലം വേറെയില്ലല്ലോ. അത് ശരിയാ. ആ മുറി ഇപ്പൊ തന്നെ ഡ്രസ് ചെയ്യാം. ആ കാലും കൊട്ടി നീട്ട. ഇനി ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ ഇങ്ങനെ ചെയ്താൽ മതി. അതിനുള്ളതല്ല ഇതിലുണ്ടേ. പിന്നെ മുറി ഉണങ്ങുന്നവരെ നനയ്ക്കരുത് കേട്ടോ. കുളിക്കാതിരിക്കുന്ന കാര്യം കഷ്ടം. എന്തെങ്കിലും പ്ലാസ്റ്റിക് കൊണ്ട് കെട്ടിവെച്ചിട്ടാവാം. പിന്നെ വെള്ളം നനയാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. വിക്രത്തിന്റെ നേതാവ് ശ്രീകാര്യ ശ്രീനിവാസൻ ആളുടെ കേസ് വാദിക്കുന്ന വേദയാണല്ലേ? അതെ, ആ കേസ് പുനരന്വേഷിക്കാൻ കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. അറസ്റ്റ് ഉണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പാണ്. ചിലപ്പോ അതിന് ജാമ്യവും കിട്ടും. കേസിൽ വിക്രത്തിന്റെ പേരും കണ്ടല്ലോ. അത് പറഞ്ഞ വിക്രമിന് ചിലപ്പോ ടെൻഷനാവും, പേടിയോ, അതുകൊണ്ട് പറഞ്ഞില്ല. എനിക്ക് എന്റെ കാര്യത്തിൽ പേടിയൊന്നുമില്ല. ജ്യൂസ് വായിച്ച് എന്നിട്ട് മുറിയിലേക്ക് വരെ വേദേശ് എന്നെ കടത്തി വിട്ടില്ല. അതെന്താ? നേരിട്ട് എന്ന് ചോദിച്ചോ? രണ്ടുപേരും കൂടി കാര്യമായിട്ട് വാതിലടച്ചിട്ട് ഡിസ്കഷനില്ല. ഇവിടെയുള്ള താമസം ഇത്തിരി റിസ്ക് ആണ് കേട്ടോ. എപ്പോഴും നിനക്ക് ആളുകളെ റൂമിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റുമോ? ഇതെന്താ ഈ മുറിയിൽ ഒരു മരുന്നിന്റെ മണം?